ഹായ് ആൾ, വെൽക്കം ടു കോമ്പസ് അക്കാഡമി. വെൽക്കം ടു ദ റാപ്പിഡ് ക്വസ്റ്റ്യൻ സീരീസ്. സിലോജിസമാണ് നമ്മൾ നോക്കുന്നത്. ഇന്ന് നമ്മൾ സിലോജിസം ബേസിൻ്റെ 4ാമത്തെ ക്ലാസ്സിലേക്കാണ് വരുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിവേഴ്സിബിലിറ്റി ഓഫ് സമ്മ് കണ്ടു. എന്നാൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന റിവേഴ്സിബിലിറ്റി ഓഫ് നോ എ ഈസ് ബി എന്നുള്ള കൺസെപ്റ്റ് ഞാൻ നിങ്ങൾക്ക് വേറൊരു ക്ലാസ്സിൽ നല്ല വൃത്തിയായിട്ട് പറഞ്ഞുതരാം. എന്നിരുന്നാലും ഓർക്കുക, എയും ബിയും തമ്മിൽ ശത്രുതയാണ് അവിടെ. ഇങ്ങനെയാണ് അതിനെ അടയാളപ്പെടുത്തുന്നത്. എയും ബിയും മാറി നിൽക്കും. ഇതിൽ ഓർക്കേണ്ടത്, എയുടെ 100% ആൾക്കാരും ബിയുടെ 100% ആൾക്കാരുമായിട്ടും നോ റിലേഷനിലാണ്, ശത്രുതയിലാണെന്ന് വിചാരിക്കുക. എല്ലാ കുട്ടികൾക്കും തെറ്റുന്ന ഒരു റിലേഷനാണ് നോ. കാരണം അവർ ഇങ്ങനെ വിചാരിക്കത്തില്ല, അത് ശത്രുതയാണെന്ന് തന്നെ വിചാരിക്കണം. ഇങ്ങനെയുള്ള ആരും ഇങ്ങോട്ടും പോകത്തില്ല, ഇവിടെ നിന്നുള്ള ആരും ഇങ്ങോട്ടും പോകത്തില്ല. എന്നാൽ താഴേക്ക് നോക്കുക, കൺക്ലൂഷൻ നോ ബി ഈസ് എ. ഈ ഡയഗ്രത്തിൽ തന്നെ അതിൻ്റെ ഉത്തരം കിട്ടും. നോ എ ഈസ് ബി ഡയഗ്രവും സെയിം ആണ്, നോ ബി ഈസ് എയും സെയിം ആണ്. സോ നോ എ ഈസ് ബി ഈസിക്കൽ നോ ബി ഈസ് എ. അതാണ് റിവേഴ്സിബിൾ ആണെന്ന് പറയുന്നത്. സോ നോ ഈസ് ഓൾസോ റിവേഴ്സിബിൾ. സോ നമ്മൾ എക്സാമ്പിൾ കാണാം നമുക്ക്. നോ ആപ്പിൾ ഈസ് ഓറഞ്ച്. ആപ്പിൾ ഓറഞ്ചുമായിട്ട് ശത്രുതയാണ്. നമ്മൾ ശത്രുത എന്ന് കാണിക്കാൻ ഒരു ഇൻറ്റു മാർക്ക് കൂടി ഇടും അതിനകത്ത്. എന്നാലല്ല കറക്റ്റായിട്ട് അറിയാം ആപ്പിൾ ഓറഞ്ചുമായിട്ട് നോ റിലേഷൻ, അതായത് റിലേഷനേ ഇല്ല, ശത്രുതയാണ്. കൺക്ലൂഷൻ നോ ഓറഞ്ച് ഈസ് ആപ്പിൾ, അതായത് സെയിം ഡയഗ്രം തന്നെയല്ലേ. സോ നോ ആപ്പിൾ ഈസ് ഓറഞ്ച് ഈസ് ഈക്വൽ ടു നോ ഓറഞ്ച് ഈസ് ആപ്പിൾ. അതുകൊണ്ടാണ് പറയുന്നത് നോ റിവേഴ്സിബിൾ ആണ്. സോ ദ കൺക്ലൂഷൻ ഈസ് റൈറ്റ്. സോ ഇന്ന് നമ്മൾ 2ാമത്തെ ഇത് കണ്ടു, നോയെ എങ്ങനെ റിവേഴ്സിബിൾ ആക്കാം എന്നുള്ളത്. ഇന്നത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത കീവേഡ് ചെക്ക് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.